കേരളത്തിൻ്റെയും നമ്മുടെ നാടിൻ്റെ എല്ലാവരുടെയും ആവശ്യമാണ്. മുഴുവൻ കായിക പ്രേമികളും വളരെ ആവേശത്തിലായിരുന്നു ഇതിനെ സ്വീകരിച്ചത്. അപ്പോൾ അത് ഏറ്റവും ഒടുവിൽ വന്ന വാർത്ത പ്രകാരം അതിൻ്റെ ഡേറ്റ് മാറുന്നു എന്ന വാർത്ത പുറത്തു വന്നു. അപ്പോൾ അതിനെ സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ രാഷ്ട്രീയമായി ചോദിക്കുന്നതിനോ മറുപടി പറയണതിനൊന്നും ഒരു പ്രയാസമില്ല. പക്ഷെ ഇന്നലെ വൈകുന്നേരം നമ്മൾ കണ്ടത് എന്താണ്? ആ സ്റ്റേഡിയത്തിലേക്ക് ഒരു സംഘം അതിക്രമിച്ച് കയറി. അത് നശിപ്പിക്കാൻ ആവശ്യമാകുന്ന രൂപത്തിൽ ഒരു ഇൻ്റർനാഷണൽ മാച്ച് കളിക്കുമ്പോൾ നടത്തേണ്ട സൂക്ഷ്മതയോടുള്ള പ്രവർത്തനം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെല്ലാവരും ആ പ്രവർത്തനം പൂർത്തീകരിച്ച് വരണമെന്ന് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ കോൺഗ്രസ് ഈ വിഷയം ഉന്നയിച്ചുകൊണ്ട് സ്റ്റേഡിയത്തിലേക്ക് അതിക്രമിച്ച് കയറുക. എന്തിനാണ് അങ്ങനെ കയറുന്നത്? അപ്പം മെസ്സി വരരുത്, ഈ പരിപാടി നടക്കരുത് എന്ന് കോൺഗ്രസ് ആഗ്രഹിക്കുന്നു എന്നല്ലേ അത് കാണിക്കുന്നത്. അപ്പം രാഷ്ട്രീയമായി ആക്രമിക്കാനുള്ള ഒരു സാഹചര്യം ഇതിനെ മാറ്റുകയും ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിലൂടെ ഇത് അലങ്കോലപ്പെടുത്താൻ കഴിയുമോ എന്ന നിലയിലേക്കാണ് കോൺഗ്രസ് ഈ കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. അത് തെറ്റാണ്. കോൺഗ്രസ് ആ തെറ്റ് പറ്റിയെന്നുള്ള ആളുകളോട് പറയണം. നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആക്ഷേപങ്ങളോ മറ്റു കാര്യങ്ങളോ സംശയങ്ങളോ ഉന്നയിക്കാനുണ്ടെങ്കിൽ അതിനെല്ലാം ഉള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ട്. ഞങ്ങളതിനൊന്നും എതിർക്കുന്നതല്ല, അതൊക്കെ ഉന്നയിക്കാവുന്നതാണ്. പക്ഷേ ഇത്തരത്തിലുള്ള പ്രവർത്തനം നടത്തി രാഷ്ട്രീയ പ്രേരിതമാക്കി ഈ കേരളത്തിൻ്റെ കായിക അന്തരീക്ഷത്തെ ലോകത്തിൻ്റെ മുന്നിലേക്ക് കാണിക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ കേരളത്തെ തന്നെ ലോകത്തിൻ്റെ മുമ്പാകെ അവതരിപ്പിക്കാൻ കഴിയുന്ന ഇത്തരം സാധ്യതകളെ നശിപ്പിക്കാൻ പാടില്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അതുകൊണ്ടാണ് അത് അവർ രാഷ്ട്രീയ പ്രേരിതമാണ്, തെരഞ്ഞെടുപ്പിനകത്ത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ള അളവ് സംഖ്യയിലൊക്കെ ആയിട്ട് ഇത്തരം നല്ല പ്രവർത്തിയെ പോലും മാറ്റാൻ ഇങ്ങനെ അവർ CPM ഇതിനെ രാഷ്ട്രീയമായാണോ നേരിടാൻ പോകുന്നത്? എങ്ങനെയാണ് CPM ഇതിനെ രാഷ്ട്രീയമായിട്ടൊന്നും നേരിടുന്ന കാര്യമില്ല. ഞങ്ങളിതിനെ തുറന്ന് ജനങ്ങളുടെ മുമ്പായിട്ട് ഞങ്ങളിതിനെതിരാണ് രാഷ്ട്രീയം കലർത്തേണ്ടത്. ഞങ്ങൾക്ക് ഒരു നയമുള്ളൂ. ഇത്തരത്തിലുള്ള ഇൻ്റർനാഷണൽ മത്സരങ്ങൾ കേരളത്തിനകത്ത് നടക്കണം. അത് കേരളത്തിൻ്റെ കായിക മേഖലയ്ക്കും പൊതുവിൽ കേരളത്തിനും ഗുണകരമായ ഒന്നാണ്. കേരളത്തെ ലോകത്തിൻ്റെ മുമ്പായി അവതരിപ്പിക്കാൻ തന്നെ സഹായകരമാകുന്ന ഒന്നാണ്. അതിന് ഇത്തരത്തിലുള്ള സ്പോൺസർമാരെ പോലെയുള്ള ആളുകൾ ഇപ്പോൾ വരുന്നു എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിന് കഴിയുന്ന പശ്ചാത്തല സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം കേരളത്തിലെ ഗവൺമെൻറ്. ആരാണെങ്കിലും കേരളത്തിൻ്റെ ഗവൺമെൻറ് അത്തരം സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം. കേരളം ഇതുപോലെയുള്ള കളികളുടെ എല്ലാം പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമായി മാറണം എന്ന ഒറ്റ സമീപനം മാത്രമേ ഞങ്ങൾക്കുള്ളൂ. ഞങ്ങളുടെ രാഷ്ട്രീയം അതാണ്. അതാര് നടത്തിയാലും ഞങ്ങളതിനെ സ്വീകരിക്കുകയാണ്. നമ്മുടെ നാടിനാണ് അതിൻ്റെ ഗുണം, കേരളത്തിനാണ് അതിൻ്റെ ഗുണം. അത് രാജ്യത്തും ലോകത്തും കേരളം അടയാളപ്പെടുത്തും. അത് തീർച്ചയായും നമ്മുടെ നാടിന് ഗുണമല്ലേ. അതാണ് ഞങ്ങളുടെ രാഷ്ട്രീയം. ഇന്ന് ഞങ്ങൾ സ്ഥിരമായി ചേരുന്ന യോഗങ്ങളാണ്. എനിക്ക് അത്ഭുതം തോന്നി ഇന്നിപ്പോൾ ഇതെന്തെന്ന് പറഞ്ഞു. ഞങ്ങൾ ഇത്തരം യോഗങ്ങൾ മിക്കപ്പോഴും ചേരുന്നതാണ്. ഇതിൻ്റെ മാത്രമല്ല, ഞങ്ങളുടെ ബന്ധപ്പെട്ട ഭരണസമിതികളുടെ ഏത് തരത്തിലുള്ളതിൻ്റെ ആണെങ്കിലും അത്തരം യോഗങ്ങൾ ഞങ്ങൾ സ്ഥിരമായി ചേരുന്ന യോഗങ്ങളാണ്. ഇന്നിപ്പോൾ രാവിലെ നിങ്ങളിവിടെ പഠിച്ച് നിൽക്കുന്ന എനിക്ക് ആശ്ചര്യം തോന്നുന്നു.